ശബരിമലയിൽ വീണ്ടും പരിശോധന. പ്രഭാമണ്ഡലവും ശ്രീകോവിൽ വാതിലിന്റെ മുകൾ ഭാഗത്തെ സ്വർണ്ണപ്പാളികളും അഴിക്കും. ഇവയുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ SITക്ക് അനുമതി. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, വീണ്ടും പരിശോധന ശക്തമാവുകയാണ്. തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ശബരിമലയിലെ പരിശോധനകൾ അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി അവിടുത്തെ പ്രഭാമണ്ഡലവും ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെ മുകൾ ഭാഗത്തുള്ള സ്വർണ്ണപ്പാളികളും കൂടി അഴിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് അത് ലാബിൽ പരിശോധനയ്ക്ക് അയക്കണമെന്നാണ് SIT ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതിന് ദേവസ്വം ബെഞ്ച് അനുമതി നൽകിയിരിക്കുന്നു. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കൃത്യമായ കണക്കെടുക്കണമെങ്കിൽ ഇവ കൂടി പരിശോധിക്കണമെന്നായിരുന്നു SITയുടെ ആവശ്യം. മുൻപ് മറ്റ് സ്വർണ്ണപ്പാളികളൊക്കെ അഴിച്ചെടുത്തപ്പോൾ ഇതിന് സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് ഇവ അഴിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് SIT കോടതിയെ ധരിപ്പിച്ചത്. എന്തായാലും അടുത്ത ദിവസം തന്നെ SIT സംഘം ശബരിമലയിൽ എത്തുകയും പ്രഭാമണ്ഡലവും ശ്രീകോവിലിന്റെ വാതിലിന്റെ മുകൾ ഭാഗത്തുള്ള സ്വർണ്ണപ്പാളികളുടെ അഴിച്ച് അതിന്റെ സാമ്പിളുകൾ കൂടി ശേഖരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ അന്വേഷണത്തിലൂടെ വെളിവായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം SITക്ക് കിട്ടി. ആ പരിശോധനാ ഫലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് എങ്ങനെയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഈ സ്വർണം വേർതിരിച്ചെടുത്തത് എന്നത് വ്യക്തമായിട്ടുണ്ട്. സ്ട്രിപ്പിംഗ് സോൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ സ്വർണം വേർതിരിച്ചെടുത്തിരിക്കുന്നത്. അതിന്റെ അംശങ്ങളും ജംഷഡ്പൂരിലെ കേന്ദ്ര ലാബിൽ നടത്തിയ പരിശോധനയിലൂടെ കിട്ടിയിട്ടുണ്ട്. മറ്റൊന്ന് 1998 ശബരിമലയിൽ സ്വർണം പൊതിയുമ്പോൾ അതിനുപയോഗിച്ച ചെമ്പുപാളികളുണ്ട്. ആ ചെമ്പുപാളികളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് കൂടി SIT ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ചെന്നൈയിലാണ് അതിനുള്ള അന്വേഷണം നടത്തേണ്ടത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഇന്ന് കോടതിയെ അറിയിച്ചിരുന്നു. 2025 അതായത് ഇതിനു മുൻപുള്ള ദേവസ്വം ബോർഡ് അവിടുത്തെ സ്വർണ്ണപ്പാളികൾ വീണ്ടും അഴിച്ച് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം പൂശാൻ ശ്രമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. ആരെങ്കിലും അതിൽ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ വേഗത്തിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാകാൻ പോവുകയാണ്. ജൂൺ 18 ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകും എന്നതാണ് വ്യക്തമാകുന്നത്. ഇനി കേസ് പരിഗണിക്കാൻ പോകുന്നത് അന്നാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രം ഇനിയും വൈകുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. കാരണം കൃത്യമായ സ്വർണത്തിന്റെ കണക്ക്, അതായത് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കണക്കെടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഇനിയും പരിശോധനകൾ ആവശ്യമായി വരികയും ചെയ്യും. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.